എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അയാൾ മെഡിക്കൽ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്, ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പല പല ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പല ആളുകളും പബ്ലിക്കായിട്ടുള്ള കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഓരോ ആൾക്കാർ വരുമ്പോൾ, ചില ആൾക്കാർ വരുമ്പോൾ അവരെ കാണുമ്പോഴേക്കും ഭയങ്കരമായ സംഭ്രമം. പെട്ടെന്ന് ഇങ്ങനെ അത് കഴിയുമ്പോഴേക്കും അവർ വന്ന് പോയി കഴിയുമ്പോഴേക്കും കോട്ടുവായ വരിക, അതേപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സാറേ അതങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എന്താണ് ഈ കോട്ടുവായ? കോട്ടുവായക്ക് പല പേരുകളൊക്കെ ഉണ്ട് പല നാടുകളിലും. അപ്പോൾ അത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ നാട്ടിലുള്ള പേര് അതിനെപ്പറ്റി എനിക്കറിഞ്ഞൂടാ. ഞങ്ങളുടെ നാട്ടിൽ കോട്ടുവായ എന്നാണ് പറയുക. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. നിങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു ടയേർഡാകുമ്പോൾ നിങ്ങൾക്ക് കോട്ടുവായ വരും. എന്തിനാണ് കോട്ടുവായ വരുന്നത്? ദാറ്റ് മീൻസ് നിങ്ങൾക്ക് റെസ്റ്റ് വേണം, അല്ലെങ്കിൽ വിശ്രമം വേണം, ഉറങ്ങണം, അല്ലെങ്കിൽ ഉറക്കം വരും അല്ലേ? അപ്പോൾ കോട്ടുവായ വരും. കോട്ടുവായ എന്നിട്ടാണ് ഉറങ്ങണത്. അപ്പോൾ ബോഡിയുടെ ഒരു ടെൻഡൻസിയാണ് ഈ ബോഡി നമ്മുടെ ശരീരത്തിൽ വരുന്നതായ ക്ഷീണത്തിനെ റിലീസ് ചെയ്ത് കളയുന്നൊരു പ്രോസസ്സാണ് കോട്ടുവായ. അപ്പോൾ നോർമലായിട്ടുള്ള ക്ഷീണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ എനർജിയുടെ ഇഷ്യൂസ് ഉണ്ടാവും. ഇത് എനർജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ കൂടിയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാർ, എല്ലാവരും സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ ആവണമെന്നില്ല. ചിലർക്ക് സ്പിരിച്വാലിറ്റിയിലാണ് എന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ അവർ പാതയിലാണ് എന്നറിയാത്തവർ കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇതേപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാളുടെ ശരീരത്തിൽ ഒരു നെഗറ്റീവ് എനർജിയോ ബാധയോ ഉണ്ട്. എന്ത് തന്നെ ആയിക്കോട്ടെ, സോൾ അറ്റാച്ച്മെൻറ്റ് എന്തായിക്കോട്ടെ. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്പിരിച്വൽ പവർ ഉള്ള ആൾക്കാർക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരം കാര്യങ്ങൾ നമ്മളെ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുന്ന ഒരു ഫീലിംഗ്, ഒരു കാന്തം പോലെ പ്രവർത്തിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അംശം, ആ സാധനം മുഴുവൻ പോകണമെന്നില്ല, അതിൻ്റെ ഒരു അംശം കുറച്ച് നമ്മുടെ മേത്തേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ഓറയിലേക്ക്, നമ്മുടെ ചക്രത്തിലോട്ട് കയറി പിടിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സംഭ്രമം ഫീൽ ചെയ്യും. സംഭ്രമം തലവേദനയാകാം. ഈ വയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ മേപ്പോട്ടേക്ക് ഇതിങ്ങനെ പൊങ്ങുന്ന പോലെ ഫീലിംഗ്, ഇങ്ങനെ വലിക്കുന്ന പോലെ ഫീലിംഗ് ആണ് ചിലക്ക് വരിക. പിന്നെ കഴുത്തിൻ്റെ ഇവിടെ ഒരു പിടുത്തം. ഇതൊക്കെ ഞാൻ മുൻ വീഡിയോയിലൊക്കെ ഓൾറെഡി ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പുതിയ പ്രേക്ഷകന്മാർ വരുന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ കയറ്റി പറയുന്നത്. അതുമാത്രമല്ല, എൻ്റെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ഈ ടോപ്പിക്ക് തന്നെയാണ് പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഴയ എൻ്റെ വ്യൂവേഴ്സ് കേൾക്കുമ്പോൾ എന്നോട് ക്ഷമിക്കുക ദയവ് ചെയ്തിട്ട്. എനിക്ക് ഇത് തന്നെ പറയാനുള്ളൂ. കാരണം ഞാനങ്ങനെ ഒരുപാട് പണ്ഡിതനൊന്നുമല്ല. ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അറിവുകൾ ഇവിടെ ഞാൻ ഒന്നും പറയാറില്ല. എൻ്റെ പ്രായോഗികമായ പരിജ്ഞാനമാണ്. അതാണ് എൻ്റെ ഒരു അറിവ്, അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് പലർക്കും അതുകൊണ്ട് ഗുണങ്ങളുണ്ടാകുന്നതുകൊണ്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു പ്രോസസ്സാണ് ഈ യോണിങ് എന്ന് പറഞ്ഞാൽ കോട്ടുവായ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ഈ കോട്ടുവായ ഇങ്ങനെ വന്ന് പുറത്തേക്ക് അതിങ്ങനെ യൂണിവേഴ്സൽ എനർജിയിലോട്ട് ലയിച്ച് പോകുന്ന പോലത്തെ പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ട് മാറുന്നു. നെഞ്ചിനുണ്ടാകുന്നൊരു പിടുത്തം ചിലപ്പോൾ വരും, അത് പോകുന്നു. വയറിൻ്റെ ബുദ്ധിമുട്ട് കുറയുന്നു, കഴുത്തിലെ ബുദ്ധിമുട്ട് മാറുന്നു, തലവേദന മാറുന്നു. നല്ലോണം കോട്ടുവായ വരെയാണെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നിൽക്കും. കാരണം അത് ഹാങ് ആവും. ഈ ഹാങ് ആകുമ്പോൾ എന്ത് പറ്റും? നമ്മളത്തെ ശരീരത്തിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി പോവില്ല. നോർമലി ഓട്ടോമാറ്റിക്, അതായത് ഒരു റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയാണത്. അതിൽ കൂടി ചിലപ്പോൾ ഇത് പോകത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതര മാർഗ്ഗങ്ങളിലേക്ക് പോകണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ അമ്മമാരൊക്കെ ചെയ്തിരുന്ന സിമ്പിൾ ടെക്നിക്ക് അത് ചെയ്യാം. ഒഴിഞ്ഞ് കത്തിക്കുക. അത് കുറച്ച് പോകും. ഒഴിഞ്ഞ് കത്തിക്കേണ്ട എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു പേപ്പറിനകത്ത് കുറച്ച് കല്ലുപ്പ്, 2 ചുവന്ന മുളക്, കുറച്ച് കടുക്, കുറച്ച് മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ ഒരു കർപ്പൂരത്തിൻ്റെ കഷ്ണം വേണമെങ്കിൽ വെക്കാം. ഇതെല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ തന്നെ വേണമെങ്കിൽ ഒഴിഞ്ഞിങ്ങനെ കത്തിക്കാം. അതല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് ഒഴിയിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ ബോഡി ഫുള്ളായിട്ടൊരു 3 റൗണ്ട് തിരിച്ചും 3 റൗണ്ട് ഇങ്ങോട്ടേക്ക്, എന്നിട്ട് വീടിന് വെളിയിൽ കൊണ്ടുപോയിട്ട് തീ ഉണ്ടാക്കിയിട്ട് അവിടെ കത്തിക്കുക. അപ്പോൾ ആദ്യം തന്നെ തീ ഉണ്ടാക്കി വെച്ചേക്കണം. ഒഴിഞ്ഞെടുത്ത വാഴേനെ കൊണ്ടുവന്ന് അതിലിട്ട് പേപ്പർ വെച്ച് ഒട്ടി കൂട്ടിയിട്ട് അതിനകത്തേക്ക് കൊണ്ടിട്ട് കത്തിക്കാം. അത് കത്തിപ്പോകുമ്പോൾ ആ മുളക് കാര്യങ്ങൾ എരിയുമ്പോൾ, കടുക് പൊട്ടുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന്
ഇതിങ്ങനെ വിട്ട് പോകുന്ന ഫീലിംഗ് ആ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് ഒരു വിദ്യകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു വിദ്യ ഞാൻ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങളത് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കുള്ളൂ. കാരണം ആ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിൽ ഓൾറെഡി കയറി കഴിഞ്ഞു. യോണിങ്ങിലൂടെ അത് പോവുകയാണെങ്കിൽ രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ജപം ചെയ്യുക. നമ്മളതിനെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങൾ ജപിക്കാം. ആ മന്ത്രജപത്തിലൂടെ നമുക്കതിനെ കളയാൻ സാധിക്കും. അഘോര മന്ത്രമുണ്ട്, ജപിക്കുക, അത് കേൾക്കുക. സുദർശന മന്ത്രമുണ്ട്, അത് ജപിക്കുക, അത് കേൾക്കുക. ഇനി പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കേട്ടാലും മതി. ഇതൊക്കെയാണ് ടിപ്പുകൾ. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് മനസ്സിലാക്കിക്കണ സത്യങ്ങളാണ്. എനിക്കാരും പഠിപ്പിക്കാൻ നേടണമെന്നല്ല. ഞാൻ അത് എൻ്റെ ധ്യാനത്തിൽ കൂടി ഞാനിങ്ങനെ കണ്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ ദൈവം എനിക്ക് കാണിച്ചു തന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്. ഇതൊന്നും ആരും എനിക്ക് പറഞ്ഞു തന്നേക്കണമല്ല. എനിക്കറിയില്ലായിരുന്നു എന്താണ് അഘോരമന്ത്രം, എന്താണ് സുദർശന മന്ത്രം എന്നൊന്നും ഒരു ധാരണയിലെത്ത ആളാണ്. ഇപ്പോഴും അതിനെപ്പറ്റി അതിൻ്റെ അർത്ഥവും കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനോട് പറഞ്ഞു തരാനായിട്ട്. കാരണം ഞാൻ ഒന്നും അറിയാത്തൊരു പാവം മനുഷ്യനാണ്. അതാണ് സത്യം, അതാണ് റിയാലിറ്റി. പക്ഷേ ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ആ ദേവിയുടെ അനുഗ്രഹം അത്രയേ ഉള്ളൂ. ആ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്ക് കിട്ടിയേക്കുന്നതാണെന്നുള്ളത് ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വീണ്ടും പറയുകയാണ്. അതിന് ശേഷമാണ് ഞാൻ ഈ പരിപാടികൾ തുടങ്ങിയത്. പക്ഷേ പല കാര്യങ്ങളും നമുക്കിങ്ങനെ മെഡിറ്റേഷനിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറക്കത്തിലൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കും. നമ്മളിങ്ങനെ ഈ സ്ക്രോൾ ചെയ്തിങ്ങനെ പോകില്ലേ, അതേപോലെ എഴുതി കാണിച്ചു തരും. ഇന്ന ചില കാര്യങ്ങൾ ഇന്നതാണ്, അങ്ങനെയൊക്കെ എഴുതി കാണിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നതാണ് സംഭവം എന്നുള്ളത്. എനിക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെ അപ്പോൾ ഇതെല്ലാം ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ മേഖലയിൽ. ഞാൻ കടന്നു വന്നേക്കണ വഴികളിൽ 10-25 വർഷം ആത്മീയവാദയിൽ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നതും അല്ലെങ്കിൽ പുച്ഛം തോന്നുന്നതുമായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി തൽക്കാലം ഞാൻ അതിനെപ്പറ്റി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പല രീതിയിലുള്ള ആളുകളാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ കളിയാക്കുന്നവരുണ്ട്, പുച്ഛിക്കുന്നവരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്, കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്, അതുപോലെ മോശമായിട്ട് കമൻ്റ് ഇടുന്നവരുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എന്നിരുന്നാലും അതേപോലെ മനസ്ഥിതിയുള്ള ആളുകളെല്ലാവരും കാണുന്നതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിനൊരു വാല്യൂ ഉണ്ട്. ഞാൻ അതിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. പലരും ചോദിക്കാറുണ്ട് പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ പറയണം സാറേ എന്ന് പറയുന്നത്. അപ്പോൾ അത് പിന്നീട് നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോം അത് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് ജോയിൻ ചെയ്തിട്ട് പിന്നീട് നമുക്കതിനെപ്പറ്റി ഡിസ്കഷൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. അപ്പോൾ ഇവിടെ യോണിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യോണിങ് നമ്മൾ ചിലർ പറയും എന്താണ് ഇങ്ങനെ കോട്ടുവായ വരുന്നത് നല്ലതല്ല എന്ന് പറയും. ആക്ച്വലി നല്ലതാണ് കോട്ടുവായ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു. കാരണം കോട്ടുവായ ഉണ്ടെങ്കിൽ നിങ്ങൾ റിലീസിംഗ് ആണ്. നെഗറ്റീവ് എനർജി തന്നെ ആവണമെന്നില്ല. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന ഒരാൾക്ക് കോട്ടുവായ എന്നാലും ആ ക്ഷീണം കുറയുന്നു അത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് പോകുന്നു, റിലാക്സേഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത്. പിന്നെ ഒരാളിനോട് കഴിഞ്ഞ സംശയം ചോദിച്ചു. ഒരാളായിട്ട് ഫോൺ ചെയ്യുമ്പോൾ എപ്പോഴും മറ്റേ ആൾക്ക് കോട്ടുപോയ വരും. എൻ്റെ ക്ലയൻറ്റ് പറയുന്നത്, അയാളുടെ ഫ്രണ്ട് പറയണത് എൻ്റെ ക്ലയൻറ്റിൻ്റെ ബോഡിയിൽ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ് അയാൾക്ക് കോട്ടുപോയ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നോർമലി അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫോട്ടോ ഒന്ന് അയക്കാൻ പറഞ്ഞു. ഞാൻ നോക്കട്ടെ എന്താണ് സംഭവം. കാരണം എൻ്റെ ഒരു ക്ലയൻറ്റാണ്, അവരെ ഹീൽ ചെയ്ത് ഞാൻ റെഡി ആയി കൊടുത്തേക്കുന്ന ആളാണ്. അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർ ഫുൾ പവറിലാണ്, പോസിറ്റീവ് എനർജിയിലാണ് ഇരിക്കുന്നത്. കുറച്ച് ഡിവൈനായിട്ടുള്ള കുറച്ച് സംഭവം ഉണ്ട് അവർക്ക്. അപ്പം ഞാൻ പറഞ്ഞതേ, നിങ്ങളെ ഫോൺ ചെയ്ത് സംസാരിക്കുന്ന വ്യക്തിക്കാണ് നെഗറ്റീവ് എനർജി. അതുകൊണ്ടാണ് പുള്ളിക്ക് കോട്ടുപോയി വരുന്നത്. അല്ല, പുള്ളി ഈ ഒരു പവറിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ ശരീരത്തിൽ നിന്ന് എനർജീസ് റിലീസ് ചെയ്ത് പോകാൻ ശ്രമിക്കുമ്പോൾ പുള്ളിക്ക് കോട്ടുപോയി വരുന്നു. അപ്പോൾ ഇതിന് 2 രീതിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടും കൂടി കൺഫ്യൂഷനിലേക്ക് പോകരുത്. കാരണം ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് കോട്ടുപോയ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. അതായത് അയാൾ നിങ്ങളെക്കാളും പവർഫുള്ളായിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ റിലീസ് ആയി പോകും. അതല്ലെങ്കിൽ നിങ്ങളെക്കാളും ലോ വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരാളാണ് അയാളെന്നുണ്ടെങ്കിൽ അയാളുടെ നെഗറ്റീവ് നിങ്ങളുടെ ബോഡിയിലേക്ക് വന്നിട്ട് ഇതേപോലെ നിങ്ങൾക്ക് കോട്ടുപോയ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടും കൂടി നിങ്ങൾ കൺഫ്യൂഷനിലായി പോകരുത്. അതിനാണ് ഞാനിത് പറഞ്ഞു തന്നത്. പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ കോട്ടുപോയ വരുന്നതിനെ പറ്റി. പലർക്ക് സംശയമുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു അതേ സംശയം. നേരത്തെ ഞാനിത് ഈ കോട്ടുപോയയുടെ കേസ് മനസ്സിലാക്കിയത് ഇതേപോലെ
നെഗറ്റീവ് എനർജിയുള്ള ആളുകൾ ഹീൽ ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് എനിക്കിത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജപമൊക്കെ എല്ലാ ദിവസം ചെയ്യുന്ന ആളാണ്. പഞ്ചാക്ഷരം ജപിക്കും, അമ്മേ നാരായണ ജപിക്കും. അതൊക്കെയാണ് എൻ്റെ മന്ത്രങ്ങൾ. അല്ലാണ്ട് കണ്ടിട്ടായിട്ടുള്ള മന്ത്രമൊന്നും എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ ജപിക്കുമ്പോൾ എനിക്കിങ്ങനെ കോട്ടുവായി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എൻ്റെ ബോഡി ഇങ്ങനെ കണ്ണിൽ നിന്നെല്ലാം വെള്ളം ഇങ്ങനെ കുടുകൂടാന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ശുദ്ധമാകുന്നു, മനസ്സ് ശുദ്ധമാകുന്നു, ഭയങ്കര ലൈറ്റ് ഫീലിങ്ങിലേക്ക് ഞാൻ പോകുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ പലരും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ അത് നല്ലതാണ്, അത് മോശമല്ല, നല്ലതാണ്. നിങ്ങളുടെ എനർജി പ്യൂരിഫിക്കേഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇപ്പോൾ കോട്ടുവായെ പറ്റിയുള്ള സംശയങ്ങൾ തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എന്താണ് കോട്ടുവായ വരുന്നത് നല്ലതാണ്. ആ കോട്ടുവായ വരുമ്പോൾ നിങ്ങൾക്കൊരു വാണിംഗ് ആണ്, ഇന്നതാണ് സംഭവം. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ബാഡ് എനർജി ഉള്ളൊരു വീട്ടിൽ ചെന്നാൽ പോലും നിങ്ങൾക്ക് ഇത് സേഫ് ഫീലിംഗ് കിട്ടും. ആദ്യം ഇവിടെ ഒരു സംഭ്രമം ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും നിങ്ങളുടെ ബോഡിയിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു അനുഭവമാണ്, എക്സ്പീരിയൻസാണ്. ആ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഇത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.